കുറേ നാളായി ഞാൻ ചെടിച്ചട്ടികളിൽ തക്കാളി നടുന്നു. ചെടി ഉണ്ടാവും, പൂവുണ്ടാവും, പക്ഷേ ഇതുപോലെ തക്കാളി ഉണ്ടാവില്ല. ഇതിപ്പോൾ ആദ്യമായിട്ടാണ് ഇവിടെ ചെടിച്ചട്ടിയിൽ ഒരു തക്കാളി കണ്ടത്. നല്ല സന്തോഷമായി എനിക്കത് കണ്ടപ്പോൾ. കാരണം പറമ്പിൽ നടുമ്പോൾ ഉണ്ടാവാറുണ്ടെങ്കിൽ ഇവിടെ ഒട്ടും ഉണ്ടാവാറില്ല. അപ്പോൾ ഇതിൻ്റെ അടുത്ത് പൂവിൻ്റെ അടുത്ത് ഒരെണ്ണം കൂടെ ഉണ്ടാവുന്നുണ്ടോ തോന്നുന്നു. അത് താഴെ ഒരെണ്ണം ഉണ്ട്, അത് ഞാൻ ആദ്യം കണ്ടില്ല. ഞാൻ വിചാരിച്ചു ഈ ഒരെണ്ണം ഉണ്ടാവുള്ളൂ എന്ന് വിചാരിച്ചു. എന്തായാലും വളരെ വിശദമായിട്ടൊക്കെ നോക്കുകയാണ് എവിടെയെങ്കിലും വേറെ ഉണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. കാരണം ഇതെങ്ങനെ ഞാൻ ഇന്നലെ കണ്ടില്ല എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. ഇന്നാണ് ഇപ്പോൾ ഇത് കണ്ടത്. അപ്പോൾ ഇതിനിപ്പോൾ പ്രത്യേകിച്ച് പുതിയ പരിപാടികളൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ എന്നാലും വേപ്പിൻ പിണ്ണാക്കും ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് പണ്ടുണ്ടായിരുന്നില്ല. പണ്ട് NPK മിക്സ്ചർ വളം മാത്രമേ കൊടുക്കാറുണ്ടായിരുന്നുള്ളൂ അധികം. അപ്പോൾ അടുത്ത് ഞാൻ വായിച്ച് നോക്കിയപ്പോൾ നൈട്രജൻ കൂടുതലായി കഴിഞ്ഞാൽ ഫലങ്ങളുണ്ടാവാൻ മോശമാവും. അപ്പോൾ ഫോസ്ഫറസും പൊട്ടാസ്യവും കൂടുതലുള്ള വളങ്ങൾ കൊടുക്കണമെന്ന് ഞാൻ വായിച്ചു. അത് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ വേപ്പിൻ പിണ്ണാക്കിലും ചാണകപ്പൊടിയിൽ ഏതോ ഉള്ളതെന്ന് എനിക്കറിയില്ല. എന്തായാലും അതിൽ പലതും ഉണ്ടാവുമല്ലോ, ഒരെണ്ണം മാത്രമായിരിക്കില്ലല്ലോ. അപ്പോൾ അവിടെ താഴെ ഒരെണ്ണം ഉണ്ടാവണമെന്നൊരു സംശയം ഞാൻ പറഞ്ഞില്ലായിരുന്നോ? അത് ആദ്യം കണ്ടില്ലായിരുന്നു, പിന്നീടാണ് കണ്ടത്. നോക്കൂ, അത് അവിടെ കുറച്ച് മാറിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതും ഒരു തക്കാളി ഉണ്ടാവുന്നുണ്ട്. അതിൻ്റെ അടുത്ത് ഒരു ചെറിയ പൂ കഴിഞ്ഞടുത്ത് തക്കാളി ഉണ്ടാവുന്നൊരു സംശയമുണ്ട്. ഇത് താഴെ ആയതുകൊണ്ട് ക്ലിപ്പെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതായത് മുകളിൽ കണ്ടത് നേരത്തെ കാണിച്ചു തന്നെയാണ്. രണ്ടും കൂടി ഒരു ക്ലിപ്പിൽ കൊള്ളിക്കാൻ പറ്റുമോ എന്ന് നോക്കാം. അതാ ഇപ്പോൾ രണ്ടെണ്ണം കാണുന്നുണ്ടല്ലോ, ഇടത്ത് വശത്ത് ഒരെണ്ണവും മുകളിൽ ഒരെണ്ണം. പക്ഷേ ക്ലിയറായിട്ട് തക്കാളിയാണെന്ന് മനസ്സിലാവില്ല, അതിൻ്റെ സെപ്പൽസ് മാത്രമേ കാണുള്ളൂ. അപ്പോൾ നോക്കിയാൽ കാണാം താഴെ ഒരെണ്ണമുണ്ട്, മുകളിൽ ഒരെണ്ണമുണ്ട്. അപ്പോൾ ഈ രണ്ടെണ്ണം കാണുമ്പോൾ കാര്യം തക്കാളി, ഒരു ചെറിയ തക്കാളി വളരെ നിസ്സാര സംഗതിയാണ്. പിന്നെ മാത്രമല്ല അതൊന്ന് വലുതായി കിട്ടുമോ എന്നുള്ള കണക്കൊന്നും ആയിട്ടില്ല. പലപ്പോഴും ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇവിടെ വെള്ളരിയുടെ ഇതേപോലെ പൂമൊട്ടുകൾ, കായുള്ള മുട്ടുകൾ രണ്ടെണ്ണം ഉണ്ടായി. അപ്പോൾ ഞാൻ വെള്ളരിക്ക് ഉണ്ടായി തുടങ്ങുമെന്ന് പ്രതീക്ഷിച്ച് നോക്കുമ്പോൾ അതൊക്കെ കുഴിഞ്ഞു പോയി. അതുപോലെ പടവലത്തിനാണ് ആദ്യം ഒരു പടവലങ്ങ ഉണ്ടായ ശേഷം ഒരു റിങ് പടവലങ്ങ ഉണ്ടായിരുന്നല്ലോ, കുറേ കായുള്ള മുട്ടുകളുണ്ടായി. എന്ത് കാര്യം, എല്ലാം കുറച്ച് ദിവസം കഴിയുമ്പോൾ കൊഴിഞ്ഞു പോകും, ഒറ്റ പടവലും ഉണ്ടാവുന്നില്ല. അപ്പോൾ ഇപ്പോൾ ആ പടവലച്ചെടി ഏകദേശം നശിച്ചു തുടങ്ങിയിട്ടുമുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഒരു തക്കാളി ഉണ്ടാവാൻ തുടങ്ങി എന്ന് വെച്ചിട്ട് പറയാൻ പറ്റില്ല. പിന്നെ കഴിഞ്ഞ ദിവസം ഞാൻ പോസ്റ്റ് ചെയ്തപ്പോൾ ഒരു യൂട്യൂബ് സുഹൃത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫിഷ് അമിനോ ആസിഡ് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ ഞാനിന്നിപ്പോൾ ആമസോണിലൊക്കെ തിരഞ്ഞപ്പോൾ 1-2 കണ്ടുവച്ചിട്ടുണ്ട്, വാങ്ങാനുള്ള ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത ലെവൽ പരീക്ഷണം അതായിരിക്കും, ഫിഷ് അമിനോ ആസിഡ് സ്പ്രേ ചെയ്ത് കൊടുത്ത് നോക്കുക. അത് സ്പ്രേ ചെയ്യാനും പറ്റും, കിടക്കിലൊഴിക്കാനും പറ്റും എന്നുള്ള തരത്തിലാണ്, ഡൈല്യൂട്ട്